മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം സിനിമയായിട്ടുള്ള ബാലൻ കാണുമ്പോൾ അതിൽ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു കഥാപാത്രം പറയുന്ന ഒരൊറ്റ ലൈനിന് ഒരുപാട് ലെയറുകളും ആഴവും കൊടുത്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതിയാണ്. ആദ്യ കാഴ്ചയിൽ ആ ഒരു ലൈൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകതയൊന്നും തോന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ വെച്ച് സിനിമ പൂർണ്ണമായിട്ടും വേറെ ഒരു ട്രാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് മറന്നു പോവുകയും പക്ഷെ അവസാനത്തേക്ക് ഈ ഒരു തീം വീണ്ടും വരുന്നത് വല്ലാത്തൊരു സിനിമാറ്റിക് യൂഫോറിയ സൃഷ്ടിക്കാൻ സിനിമയെ സഹായിക്കുകയും ചെയ്യുന്നു. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് അഭിനേതാക്കളും അവരുടെയൊക്കെ മികച്ച പെർഫോമൻസുകളുള്ള ചിദംബരത്തിന്റെ ബാലൻ ദി ബോയ് തിയേറ്റർ വിട്ടിറങ്ങിയാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ്. എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ളതുപോലെ ഒരു അമ്മയുടെയും മകന്റെയും കഥയാണിത്. അമ്മയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അവർ ഗർഭിണിയായിരിക്കെയാണ് ജയിലിൽ പോകുന്നത്. അപ്പോൾ ഈ പയ്യൻ ജനിച്ചതൊക്കെ ജയിലിലാണ്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ അമ്മയും മകനും വേറെ വേറെ ഐഡന്റിറ്റികൾ യൂസ് ചെയ്തുകൊണ്ട് പല സ്ഥലത്തേക്കും ഇങ്ങനെ മാറി മാറി ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രായമായ ഒരു സ്ത്രീയെ നോക്കാനുള്ള ഒരു ജോലി കിട്ടുമ്പോൾ അതിൽ ഈ അമ്മയ്ക്കും മകനും ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നു. നിർഭാഗ്യവശാൽ അവിടെയും പ്രശ്നങ്ങൾ അവരെ പിന്തുടരുകയും ഈ പ്രശ്നങ്ങൾ ഈ രണ്ടുപേരുടെയും ഭാവിയെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നതുമൊക്കെയാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇതൊരു അമ്മയുടെയും മകന്റെയും വളരെ ആഴമേറിയ ബന്ധവും അവർ നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തെയും കുറിച്ചാണ് പറയുന്നത് എന്ന്. ഈ പടത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ആത്മബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നത് ഏതാണ്ട് 2.5 മണിക്കൂർ ുള്ള സിനിമയിലൂടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുന്നതാണ്. ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ഇവരുടെ കഥയുടെ നടുവിൽ എവിടെയോ വെച്ച് അവരെ കണ്ടുമുട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് സേഫ് ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ അമ്മയും മകനും എന്തുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോടി ജീവിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ നമുക്കൊരു കൗതുകം ഉണ്ടാകും. ഇങ്ങനെ ഇവരുടെ ഒളിച്ചോടിയിട്ടുള്ള ജീവിതം തന്നെയാണ് സിനിമ മുഴുവൻ എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചാട്ടം പടം ചാടുന്നുണ്ട്. അതിനുശേഷം സിനിമ ഒരു ക്യാരക്ടർ സ്റ്റഡി ലെവലിലേക്ക് കുറച്ച് സമയത്തേക്ക് പോകുന്നുണ്ട്. ആ ഭാഗത്ത് ഒരുപക്ഷെ സിനിമ അതിന്റെ ത്രില്ലിംഗ് ബിറ്റുകളിൽ നിന്ന് തെന്നി മാറി പോവുകയാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എന്നാൽ ആ ഒരു ഡിസ്കണക്റ്റഡ് ആയതുപോലത്തെ ഭാഗം അവസാന ഭാഗങ്ങൾ ഗംഭീരമാക്കാൻ ഈ സിനിമയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളുള്ള ഒരു കാസ്റ്റാണ് ഈ സിനിമയുടേത്. പല കഥാപാത്രങ്ങളും വളരെ മിസ്റ്റീരിയസ് ആയതുകൊണ്ട് ഈ ഒരു ഫ്രഷ്നെസ് നമ്മളെയും പടത്തിൽ ഇൻട്രസ്റ്റഡ് ആക്കുന്നുണ്ട്. ഫർസാന പാലത്തിങ്കലാണ് ഇതിലെ അമ്മയുടെ കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരിയുടെ കണ്ണുകൾക്ക് ഒരു വിഷാദത്തിന്റെയും മിസ്റ്ററിയുടെയും ഒരു നല്ല ബാലൻസ് ഉണ്ട്. കഥാപാത്രത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നമുക്ക് അവരോട് ഒരു സഹാനുഭൂതി തോന്നിക്കാൻ ആ ഒരു ഫാക്ടർ ഒരു കാരണമാകുന്നുണ്ട്. ആദിശേഷനാണ് ഈ പയ്യന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്നത്. അവന്റെ മുഖത്തുള്ള സ്വാഭാവികമായിട്ടുള്ള നിഷ്കളങ്കത പടത്തിന്റെ ഇമോഷണൽ ഡെപ്ത് കൂട്ടുന്നുണ്ട്. ആദിശേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഫൂട്ടേജ് ലെങ്ത് ഒരല്പം കുറവാണെങ്കിലും ഈ ബാലന്റെ കുറച്ചുകൂടെ പക്വതയുള്ള ഏജ് പെർഫോം ചെയ്തിട്ടുള്ള മുഹമ്മദ് സിനാനാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ആ പ്രായത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു നിശ്ചയദാർഢ്യം ആ ക്യാരക്ടറിന് സിനിമ കൊടുക്കുന്നുണ്ട്. അത് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സിനാന് സാധിക്കുന്നുണ്ട്. ജീൻ പോൾ ലാല് ഈ പടത്തിൽ ഒരു പോലീസ് വേഷത്തിൽ വരുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. എല്ലാവരും ഏറെക്കുറെ അറിഞ്ഞതുപോലെ ടോവിനോ തോമസ് ഈ സിനിമയുടെ ഭാഗമാണ്. എന്നാൽ ട്രെയിലറിലുള്ളതിനേക്കാൾ ക്യാമിയോ എന്ന് പറയുന്നതിനേക്കാൾ മികച്ച ഒരു ക്യാരക്ടർ റോൾ എന്ന് പറയാവുന്ന കഥാപാത്രത്തെയാണ് ടോവിനോയ്ക്ക് ഈ സിനിമയിൽ ലഭിച്ചിട്ടുള്ളത്. ഹീറോയിസത്തിന്റെ അഡ്വാൻറ്റേജുകൾ ഒന്നുമില്ലാത്ത ആ ക്യാരക്ടറിനെ ടോവിനോ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം ഈ അമ്മയും മകനും നോക്കാൻ പോകുന്ന പ്രായമായ സ്ത്രീയുടെ ക്യാരക്ടർ ആയിരിക്കും. ഡോളി ജൂൺ എന്ന നടിയാണ് ആ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ ഒരുപാട് ചിരി പടർത്തിയ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരിയുടേത്. പ്രേമലു, തണ്ണീർമത്തൻ ദിനങ്ങൾ മുതലായ സിനിമകളുടെ സംവിധായകനായ ഗിരീഷ് ഏഡിയെ ഒരു അഭിനേതാവായിട്ട് കാണാൻ സാമാന്യം രസമുണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ബീന ആന്റണിയെ ബിഗ് സ്ക്രീനിൽ ഓർത്തിരിക്കാവുന്ന ഒരു കഥാപാത്രമായിട്ട് കണ്ടു. ഡയലോഗുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും തനിക്ക് ലഭിച്ച കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ അർച്ചന പത്മിനിക്ക് സാധിച്ചിട്ടുണ്ട്. ജിത്തു മാധവനാണ് ഈ സിനിമയുടെ രചയിതാവ്. പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത തരം ഒരു സോണിലാണ് ഈ പടം കിടക്കുന്നത്. ചിദംബരം തന്റെ മറ്റു സിനിമകളെ പോലെ തന്നെ വിഷ്വൽ ട്രീറ്റ്മെന്റിന് തന്നെയാണ് ഇവിടെയും പ്രാധാന്യം കൊടുക്കുന്നത്. അത് നമുക്ക് ഷൈജു കാലത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മഞ്ഞുമൽ ബോയ്സ് പോലെ ഫ്ലാറ്റ് റേഷ്യോയിലാണ് ഈ സിനിമയും കൺസീവ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുത്തനെയുള്ള മരങ്ങളുള്ള ഒരു വഴി ഇതിലെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള ബാലൻ നേരിടുന്ന ഒറ്റപ്പെടലും പേടിയും ഒക്കെ ആ വഴിയിലൂടെ ചിത്രീകരിക്കാൻ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ പടത്തെ സഹായിക്കുന്നുണ്ട്. ഒരേ ലൊക്കേഷന്റെ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മാറ്റം വളരെ നാച്ചുറൽ ആയിട്ട് കാണിക്കാൻ പ്രൊഡക്ഷൻ ഡിസൈനിന് സാധിക്കുന്നുണ്ട്. സുഷിൻ ശ്യാം ഒരുക്കിയിട്ടുള്ള ഇതിന്റെ പശ്ചാത്തല സംഗീതത്തിന് ഒരു മിനിമൽ ആയിട്ടുള്ള നേച്ചറാണുള്ളത്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ചോയ്സുകൾ ഈ പടത്തിന്റെ ഒരു സാമാന്യം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ടോൺ നിലനിർത്താൻ സിനിമയെ സഹായിക്കുന്നുണ്ട്.
ഞാൻ കേട്ടത് തെറ്റിയിട്ടില്ലെങ്കിൽ എങ്ങോട്ട് എന്ന പാട്ടിന്റെ ഒരു വേറെ വേർഷനാണ് ക്ലൈമാക്സിനടുത്തേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആ ഒരു സീക്വൻസിന്റെ എഡിറ്റ് പാറ്റേൺ ആ ഒരു തിയേറ്ററിക്കൽ ഹൈ നമുക്ക് തരുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതിന് ശേഷം ബാലൻ പോലെ ഒരു സിനിമ എടുക്കാൻ ചിദംബരം തീരുമാനിച്ചത് വേറൊരർത്ഥത്തിൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പൊതുവെ നമ്മൾ സംവിധായകരിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് 2 ഹിറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ സൂപ്പർതാര സിനിമകൾ എടുക്കാൻ പോവുകയും സ്വന്തം വോയിസ് നഷ്ടപ്പെട്ട് ഫാൻ സർവീസ് ഉണ്ടാക്കാൻ പോയി അവസാനം അവരിലുള്ള പ്രതീക്ഷ മെല്ലെ മെല്ലെ പ്രേക്ഷകരിൽ ഇല്ലാതാവുകയും ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ മലയാളത്തിലും മറ്റു ഭാഷകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയൊരു സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറുത് ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു കീഴ്വഴക്കത്തെ ചിദംബരം പൊളിക്കുന്നുണ്ട്. ബാലൻ എന്ന പടം പൂർണ്ണമായിട്ടും കഥയെയും കഥാപാത്രങ്ങളെയും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതിഥി താരമായിട്ട് വരുന്ന സ്റ്റാറിന് പോലും ഈ പടം കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റാർ ലേബൽ ഒരുപക്ഷെ അയാൾക്ക് കൊടുക്കാൻ സാധ്യതയില്ലാത്തൊരു കഥാപാത്രമാണ്. ഷൂജിത് സർക്കാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒക്ടോബർ എന്ന് പറയുന്ന സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അതിനുള്ളൊരു പ്രധാന കാരണം വേർ ഇസ് ഡാൻ എന്ന ഒരു സിമ്പിൾ ചോദ്യത്തിന് ആ സിനിമ കണ്ടെത്തിയ ഡെപ്ത് ആണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോമിസ് നല്ല ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഏതാണ്ട് സമാനമായ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തൊരു സിനിമയാണ് ചിദംബരത്തിന്റെ ബാലൻ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്